എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു മെയ് 15. കാരണം നമ്മുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു മെയ് 15. എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കും എന്ന് വി ഡി സതീശൻ പറഞ്ഞ ദിവസമാണ് മെയ് 15. അതിന് പ്രകാരം എല്ലാ സ്ത്രീകളുമല്ല, യാത്രക്കാരായ സ്ത്രീകൾ രാവിലെ അവരവരുടെ ആവശ്യങ്ങൾക്ക് പോയപ്പോൾ ബസ്സിൽ കണ്ടക്ടർ അവരെ കുറച്ച് അധിക്ഷേപിക്കുകയും പോലീസിനെ തന്നെ വരുത്തി പുറത്താക്കുകയും ചെയ്തു ബസ്സിൽ നിന്ന്. ഇവിടെ സ്ത്രീകളെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അവർ നല്ല വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകിക്കൊണ്ടാണ് ഈ ഇലക്ഷന് നമ്മുടെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അപ്പം ഇനി വാഗ്ദാനം പാലിച്ചേ പറ്റൂ. വാഗ്ദാന ലംഘനന്മാരായ മന്ത്രിമാരെ കൊണ്ടും അല്ലെങ്കിൽ MLA കൊണ്ടും നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് വിജയ് മന്ത്രിയായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറത്തും പാലിക്കുന്ന ഒരു ആളാണ്. അതേപോലെ ബീഹാറിൽ BJP മന്ത്രിസഭ വന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ വാക്ക് അതായത് 10-15 വർഷം മുമ്പ് ലൈഫിൻ്റെ വീട് എല്ലാവർക്കും വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 15 വർഷമായിട്ടും ഇതുവരെയും വീടിൻ്റെ ലൈഫിൻ്റെ പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. വാഗ്ദാനങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നതിലും നല്ലത് അവർ പ്രവർത്തിച്ച് കാണിക്കുന്നതിലാണ് ജനങ്ങൾ സംതൃപ്തരാവേണ്ടത്. എന്തുകൊണ്ടാണ് അവർ പാവം സ്ത്രീകൾ എല്ലാവരും അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി പോലും ഇല്ലാതെ ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ പറയുന്ന അവർ അധികാരത്തിൽ പോലും അറിയില്ലെന്ന്. പറഞ്ഞ ഡേറ്റിന് അവർ ബസ്സിൽ യാത്ര ചെയ്യാൻ തുനിയുകയും ചെയ്തു. ഇനിയെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ജനങ്ങൾ വസിക്കുന്ന ഈ കേരള ജനതയെ പറ്റിച്ച് ജീവിക്കാൻ ഇനി ഒരൊറ്റ പാർട്ടിക്കാരെയും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അനുവദിക്കരുത്. BJP മന്ത്രിസഭ ഇവിടെ വന്നിട്ടില്ല അധികാരത്തിൽ. കേന്ദ്രത്തിൽ പറയുന്നതെല്ലാം അതുപോലെ തന്നെ അതൊക്കെ മേലെ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട മോദിജി നമുക്ക് ഇതുവരെ അനുവദിച്ചു തന്നിട്ടുള്ളത്. കേരളത്തിൽ നമുക്കതിനൊരു വഴിയും തുറന്നു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ശക്തരാകുക, സംഘടിക്കുക, ശക്തരാകുക.